ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. കുരുമുളകും കാന്താരിമുളകും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു ഷാപ്പ് സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുരുമുളകും കാന്താരിമുളകും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു സ്പൈസി ബീഫ് കറിയാണ്. മാത്രമല്ല അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മളിന്നിവിടെ ബീഫ് കറി ചെയ്യുന്നത്. നമ്മളിന്നിവിടെ 1 കിലോ കൂമ്പിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ബീഫ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റുള്ള ഒരു പാർട്ടാണ് ഈ കൂമ്പിറച്ചി എന്ന് പറയുന്നത്. അതിന് നെഞ്ചടി എന്നും പറയും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടുകൾക്ക് അധികം ഉപദ്രവമൊന്നും അടിയൊന്നും ഏക്കാത്ത ഒരു ഏരിയയാണ് ഈ നെഞ്ചിൻ്റെ വശം. ആ വശത്തെ മാംസം നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ നെയ്യും കുറച്ച് കൂടുതലായിരിക്കും. അത് ഞാനിവിടെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരിക്കലും ബീഫ് വാങ്ങുമ്പോൾ തുടർച്ച അങ്ങനെയുള്ള ഭാഗമൊന്നും വാങ്ങിക്കരുത്. ആ മാംസത്തിനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത്തിരി നെയ്യൊക്കെ ഉള്ള വശം വാങ്ങിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നെയ്യ് നമ്മൾ തെക്കി മാറ്റിയാൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 1 സ്പൂൺ വിനാഗിരി കൂടി ഇതിലൊഴിച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 4 വിസിലടിച്ചാൽ മതി. നമുക്ക് ബീഫ് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ഇത് താളിച്ചെടുക്കാനുള്ള ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച്, ഞാനിവിടെ ഒരു 10-15 കാന്താരിമുളക് കീറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫൊക്കെ കറി വയ്ക്കുമ്പോൾ അതൊരു 5-10 കാന്താരിമുളക് ഇടുകയാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. കാന്താരിമുളക് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന് ഉരുക്കി കളയുമെന്നാണ് പറയുന്നത്. കാന്താരിമുളക് ഇടുമ്പോൾ കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വീഴുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ ഉള്ളി, സവാളയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഉള്ളിയാണ്. അതൊരു 1.5 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. എപ്പോഴും ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത്. ഇതുപോലെ റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇത് നമുക്ക് ഉള്ളിയൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ശരിക്കും മൂത്ത് കിട്ടിയിട്ടുണ്ട്, ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതിന് വേണ്ട മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും മൂത്ത് വരുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അരപ്പൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതിലത്തെ ആ സൂപ്പ് ഉണ്ടല്ലോ, അതൊരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ബീഫെല്ലാം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന്
ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നമുക്ക് ചേർത്തിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ബീഫ് ശരിക്കും ഒന്ന് കിടന്ന് തിളച്ചിട്ട് വരട്ടെ. കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് തിളച്ച് അതിൻ്റെ മുകളിൽ ഈ എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് തിളയ്ക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. മേലെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അത് നാടൻ സ്റ്റൈലിലുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതല്ല ചപ്പാത്തിയോ അപ്പോ പൊറോട്ട എന്തായാലും ഇത് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം നല്ല എരിവാണ്. അതുപോലെ തന്നെ ഒരു നേരി പുളിയും എല്ലാം കൂടി ഒരു ഷാപ്പ് സ്റ്റൈലുള്ള കറിയാണിത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണേ. നാളെ നമുക്ക് മറ്റു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.